നമസ്തേ. ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടില്ല, അവരുടെയൊക്കെ പ്രാർത്ഥന പെട്ടെന്ന് കേട്ടു. എന്തുകൊണ്ടാണ് ചിലരുടെ പ്രാർത്ഥനകൾ മാത്രം നടക്കുന്നത്? തൻ്റെ സ്വപ്നങ്ങൾ ദൈവത്തിനോട് പ്രാർത്ഥനയിലൂടെ പറയുന്ന സമയത്ത് ചില വ്യക്തികൾക്ക് വേഗത്തിൽ നടക്കുന്നു, ചിലർക്ക് വേഗത്തിൽ നടക്കുന്നില്ല. എന്തായിരിക്കും അതിൻ്റെ അടിസ്ഥാന കാരണം? മുൻപ് പല വീഡിയോകളിലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, പ്രയർ എലോൺ അല്ലെങ്കിൽ ഈ പ്രാർത്ഥന, ഈ യാചന എന്നുള്ളതിനപ്പുറത്തേക്ക് നമുക്ക് വേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളെക്കുറിച്ച്. ഇതിനേക്കാളും പവർഫുൾ ആയിട്ടുള്ള കാര്യമാണ് ആകർഷണം എന്ന് പറയുന്നത്. പക്ഷേ ഈ ആകർഷണം എന്ന് പറയുന്നത് കാര്യങ്ങൾ നമ്മളിലേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ മനസ്സിനെ തന്നെ, നമ്മുടെ ബ്രെയിനിനെ തന്നെ, നമ്മുടെ ശരീരത്തിനെ തന്നെ ഒരു പ്രത്യേക രീതിയിൽ കോൺഫിഗർ ചെയ്യണമെന്നുള്ളതാണ്. ആ പ്രത്യേക രീതിയിലുള്ള കോൺഫിഗറേഷൻ നമ്മളിൽ ഉണ്ടാകുന്ന സമയത്താണ് പ്രപഞ്ചത്തിൻ്റെതായിട്ടുള്ള നമുക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു ലൈറ്റ് ബീം അല്ലെങ്കിൽ നമ്മുടെ കർമ്മത്തിൻ്റെ ആ ഒരു ഫ്രീക്വൻസിയുമായിട്ട് നമുക്ക് ടൈപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നത്, അല്ലെങ്കിൽ ആ ഫ്രീക്വൻസിയുടെ ആ വേവ്സ് നമ്മളിലേക്ക് എത്തുന്നത് എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ്. അപ്പോൾ എനർജി, ഫ്രീക്വൻസി, വൈബ്രേഷൻ എന്നുള്ളതാണ് അടിസ്ഥാനം എന്നുള്ളത് നമുക്കറിയാം. സോ നമ്മുടെ എനർജി സിസ്റ്റത്തിനെ നമുക്ക് ഈ കൃത്യമായിട്ടുള്ള പ്രപഞ്ചം നമുക്ക് വേണ്ടി വെച്ചതായിട്ടുള്ള ഈ വൈബ്രേഷനിലേക്ക്, ഈ ഫ്രീക്വൻസിയിലേക്ക് നമ്മൾ കൃത്യമായിട്ട് കോൺഫിഗർ ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു കോംപ്ലക്സ് ആയിട്ടുള്ളൊരു സിസ്റ്റമാണ്. അത് വളരെ സിമ്പിളാണ്, പക്ഷേ നമുക്ക് പ്രാവർത്തികമാക്കുവാനായിട്ട്. അപ്പോൾ ഈ കോൺഫിഗറേഷൻ കറക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചു അല്ലെങ്കിൽ ഞാൻ പ്രാർത്ഥിച്ചില്ലെങ്കിലും എൻ്റെ ആഗ്രഹം, എൻ്റെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് നമുക്ക് നടന്നു കിട്ടുമെന്നുള്ളതാണ്. അല്ലാത്ത പക്ഷം എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല. ആദ്യം ഒരു ചെറിയൊരു എക്സാമ്പിൾ പറയാം. ഒരു വ്യക്തി പ്രാർത്ഥിക്കുകയാണ്, എന്നെ നല്ലൊരു ഡോക്ടറാക്കണമേ. അയാൾ നല്ല രീതിയിൽ കഠിനമായിട്ട് രാവും പകലും ഇരുന്ന് പഠിക്കുകയാണ്. രാത്രി പഠിക്കുകയാണ്, പകല് പഠിക്കുകയാണ്. അത് കൃത്യമായിട്ടുള്ള ടൈം ടേബിൾ വെച്ചു, കോച്ചിങ്ങിന് പോയി, എല്ലാത്തിനും പോയി. അയാൾക്ക് MBBS നല്ല രീതിയിൽ അഡ്മിഷൻ കിട്ടി. നല്ല റാങ്കോട് കൂടി പഠിച്ചിറങ്ങിയിട്ടും അയാൾക്ക് നല്ല രീതിയിൽ വിജയിക്കാൻ സാധിക്കുന്നില്ല, നല്ലൊരു കൈപുണ്യം കിട്ടുന്നില്ല, നല്ലൊരു ജോലിയിലേക്ക് എത്താനായിട്ട് സാധിക്കുന്നില്ല. ഡോക്ടർ ആയോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡോക്ടറായി, പക്ഷേ അയാൾ വിചാരിച്ചതുപോലെ എത്തുന്നില്ല എന്നുള്ളത്. കാരണം എന്താ? അയാൾ ഡോക്ടറാകണമേ എന്നുള്ളത് മാത്രമാണ് പ്രാർത്ഥിച്ചത്. ഒരുപക്ഷെ അയാൾ ലക്ഷ്യം, അയാളുടെ ജീവിതത്തിൻ്റെ താല്പര്യം കണ്ടെത്തിയിട്ടുണ്ടാകാം, ഇല്ലാതിരിക്കാം. എന്തു തന്നെയാണെങ്കിലും ഒരു ഡോക്ടർ എന്ന് പറയുന്നതിനപ്പുറത്തേക്ക് എനിക്ക് മറ്റുള്ളവർക്ക് നല്ല രീതിയിൽ സേവനം നൽകാനായിട്ട് സാധിക്കുന്ന ഒരു ഡോക്ടറാകണം എന്ന് പ്രാർത്ഥിച്ച വ്യക്തി കുറച്ചുകൂടി വേഗതയിൽ പോയി എന്നുള്ളതാണ്. കാരണം എന്താണ്? അയാൾ ഈ നല്ല രീതിയിൽ മറ്റുള്ളവർക്ക് സേവനം കൊടുക്കുക എന്ന് പറയുമ്പം പ്രോബ്ലത്തിന് സൊല്യൂഷൻ കൊടുക്കുകയാണ്, മറ്റുള്ളവർക്ക് സർവീസ് കൊടുക്കുകയാണ്. ഇതാണ് ആത്യന്തികമായിട്ട് വിജയത്തിൻ്റെ രഹസ്യം എന്ന് പറയുന്നത്. മറ്റുള്ളവനെ, ഞാനൊരു ഡോക്ടറായിട്ട് മറ്റുള്ളവർക്ക്, അല്ലെങ്കിൽ ഞാനൊരു ഉന്നത ഉദ്യോഗസ്ഥനായിട്ട് മറ്റുള്ളവരെ ഭരിക്കുക എന്നുള്ളതല്ല. അതിനപ്പുറത്തേക്ക് മറ്റുള്ളവരെ സെർവ് ചെയ്യുക എന്ന് പറയുമ്പോഴാണ് ഉദ്ദേശം വ്യക്തമാകുന്നത്. ഡോക്ടറായാലും അല്ലെങ്കിൽ എന്ത് രീതിയിലുള്ള ഉന്നത ഉദ്യോഗസ്ഥനായാലും, പോലീസ് ഓഫീസറായാലും, അഡ്വക്കേറ്റ് ആയാലും, എന്താണെന്നുണ്ടെങ്കിലും നമ്മുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ക്ലിയർ ആണ് എന്നുണ്ടെങ്കിൽ, ആ ഉദ്ദേശം ക്ലിയർ ആണെങ്കിൽ തീർച്ചയായിട്ടും പ്രപഞ്ചത്തിൽ നിന്ന് നമുക്ക് വേണ്ടതായിട്ടുള്ള സപ്പോർട്ട് കിട്ടുമെന്നുള്ളതാണ്. ആ പ്രപഞ്ചത്തിൽ നിന്നുള്ള സപ്പോർട്ട് വരുമ്പോഴാണ് നമ്മൾ കേവലം ഒരു ഡോക്ടർ ആകുന്നതിൽ നിന്നും, കേവലം ഒരു പോലീസുകാരനാകുന്നതിൽ നിന്നും, കേവലം ഒരു അഡ്വക്കേറ്റ് ആകുന്നതിൽ നിന്നും നമ്മൾ വിജയിച്ചിട്ട് അതിനപ്പുറത്തേക്ക് നമ്മളെല്ലാവരും അറിയുന്ന, ഒരുപാട് പേർക്ക് ഗുണം ചെയ്തിട്ടുള്ള ഒരു ഡോക്ടർ, ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ ഒരു ടെക്നീഷ്യൻ ആയിട്ട് മാറുന്നത്. സോ എൻ്റെ ഉദ്ദേശം അത് വളരെ വ്യക്തമായിരിക്കണം. നമ്മൾ വെറുതെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്, അത് ദൈവം അല്ലെങ്കിൽ പ്രപഞ്ചം എന്തുകൊണ്ട് എന്നിലേക്ക് അടുപ്പിക്കണം എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് വ്യക്തമായിട്ടുള്ള ധാരണ വേണം. യഥാർത്ഥത്തിൽ ഈ പ്രാർത്ഥന എന്ന് പറയുന്നത് ദൈവത്തിലേക്ക് നമ്മൾ കൊടുക്കുന്ന മെസ്സേജുകളല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം എന്ന് പറയുന്നത്. കാരണം ഈ പ്രാർത്ഥന നമ്മുടെ മനസ്സിനെ തന്നെ ബോധിപ്പിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നതായിട്ടുള്ള എ കൈൻഡ് ഓഫ് സെൽഫ് അഫർമേഷൻ്റെ ഒരു ട്വിസ്റ്റഡ് ആയിട്ടുള്ള വേർഷനാണ് എന്ന് ഞാൻ പറയും. കാരണം ദൈവത്തിന് ഒരു മുടിനാരിഴ നമ്മളിൽ നിന്ന് പോകുന്നത് പോലും സൃഷ്ടാവ് അറിയുന്നു എന്നുള്ള രീതിയിലാണ് വിവിധ മതങ്ങളും ഒക്കെ വ്യാഖ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതെല്ലാം അറിയുന്ന ഈ സൃഷ്ടാവിനോട്, എൻ്റെ ഓരോ ചിന്തകളും അറിയുന്ന സൃഷ്ടാവിനോട് ഞാൻ എന്തിനാണ് വീണ്ടും വീണ്ടും ഇത് റിപ്പീറ്റ് ചെയ്യുന്നത്? അതിനപ്പുറത്തേക്ക് ഞാൻ എന്നെ തന്നെയാണ് കോൺഫിഗർ ചെയ്യേണ്ടത്. സോ വെൻ ഐ കോൺഫിഗർ, സൃഷ്ടാവ് ഓൾറെഡി എന്നെ ബ്ലെസ് ചെയ്തിട്ടുണ്ട്. ആ ബ്ലെസ്സിങ്ങിന് ഞാൻ പാത്രമായിട്ട് മാറുകയാണ്. എനിക്ക് ആ ഒരു ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് സാധിക്കുകയാണ്. അടുത്തതായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്, പലരും വിശ്വസിക്കൂ എന്ന് പറയും. അടിച്ചേൽപ്പിക്കുകയാണ് വിശ്വാസം എന്ന് ഞാൻ പറയുകയാണ്. വിശ്വാസം എന്ന് പറയുന്നത്, ഒരാളോട് വിശ്വസിക്കൂ എന്ന് പറയുന്നത്, അയാളുടെ ഉള്ളിൽ അതിൻ്റെ അപ്പുറത്തെ അങ്ങേയറ്റം കിടപ്പുണ്ട് സംശയം എന്ന് പറയുന്ന സാധനം. അപ്പോൾ ഈ സംശയം എന്ന് പറയുന്ന സാധനത്തിൻ്റെ മുകളിലേക്ക് വിശ്വസിക്കൂ എന്ന് പറയുമ്പോൾ ഇവൻ്റെ ഉള്ളിലെ കുറേ ചോദ്യങ്ങൾ, കുറേ ആകുലതകൾ, കുറേ ഈ സംശയം അല്ലെങ്കിൽ ആൻസൈറ്റി, ഇങ്ങനെയുള്ള കുറേ സംഗതികൾ കിടപ്പുണ്ട്. ഇതിൻ്റെ എല്ലാത്തിൻ്റെ മുകളിലേക്ക് കൊണ്ടുപോയിട്ട് ഈ സാധനം ഒഴിച്ചു എന്നും കരുതി ഈ അടിയിലുള്ള സംഗതി ഇല്ലാണ്ടാകുന്നുണ്ടോ? ഇല്ല. ഫൗണ്ടേഷൻ ബലമില്ലാണ്ടായി പോവുകയാണ്.
അതുകൊണ്ട് ഞാൻ പറയുകയാണ്, വിശ്വസിക്കൂ എന്ന് പറയുന്നതിന് മുമ്പ് സംശയങ്ങൾ തീർക്കണം. ഞാൻ എന്തിൽ വിശ്വസിക്കണം? എൻ്റെ ഉദ്ദേശം ക്ലിയർ ആണെങ്കിൽ, എൻ്റെ കർമ്മം ക്ലിയർ ആണെങ്കിൽ ഞാൻ എൻ്റെ വിശ്വാസത്തിനൊരു അടിത്തറ ഉണ്ടാവുകയാണ്. അപ്പോൾ ആ വിശ്വാസം എന്ന് പറയുന്നത് അവബോധമായിട്ട് മാറുകയാണ്. ഞാൻ കൃത്യമായിട്ട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞാൻ എന്തിനു വേണ്ടി ഇങ്ങനെ ആഗ്രഹിക്കണം, പ്രപഞ്ചം എന്തുകൊണ്ട് അത് എനിക്ക് വേണ്ടി നൽകണം, അല്ലെങ്കിൽ ദൈവം എനിക്ക് എൻ്റെ പ്രാർത്ഥന എന്തുകൊണ്ട് കേൾക്കണം എന്നുള്ള ആ ഉത്തരങ്ങൾ കിട്ടുമ്പോൾ വിശ്വാസം അവബോധമായിട്ട് മാറുകയാണ്. സോ ഞാൻ പറയുകയാണ്, ആദ്യം വിശ്വസിക്കുക, അല്ലെങ്കിൽ അവബോധം ഉണ്ടാക്കുക, അതിനുശേഷം പ്രാർത്ഥിക്കുക. അപ്പോൾ ഈ പ്രാർത്ഥനാ യാചന എന്നുള്ളതിനപ്പുറത്തേക്ക് ഉദ്ദേശമാണ് പ്രധാനം. ഈ വിശ്വാസം എന്നുള്ളതിനപ്പുറത്തേക്ക് അവബോധമാണ് പ്രധാനം. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും കൂടെ നമുക്ക് വേണ്ട ഒരു കാര്യമാണ് കൃതജ്ഞത എന്ന് പറയുന്നതായിട്ടുള്ള സംഗതി. സോ ഇതെനിക്ക് ലഭിച്ചു കഴിയുമ്പോൾ, എനിക്ക് കിട്ടിയതും കൊണ്ട് ഞാൻ പോവുക എന്ന് പറയുമ്പോൾ, നമ്മൾ സാധാരണ മനുഷ്യ ജീവിതത്തിൽ പോലും നമ്മളോടൊരു ഉപകാരം ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കതിന് നന്ദി ഉണ്ടായിരിക്കണം. നമ്മുടെ വഴി, ഏത് വഴിയിലാണ് ഞാൻ വന്നത് എന്നുള്ളത് ഓർമ്മയില്ലാത്ത വ്യക്തികളെ സംബന്ധിച്ചിടത്തോളം അവൻ കുറച്ച് ദൂരമേ അവൻ ഓടാൻ കഴിയുള്ളൂ. കാരണം മുന്നോട്ടുള്ള വഴി അവന് കാണാനായിട്ട് സാധിക്കില്ല. കാരണം പഴയ വഴി അവൻ മറന്നു പോവുകയാണ്. സോ കൃത്യമായിട്ടുള്ള ബോധം ഒരു മനുഷ്യനുണ്ടാകുന്ന സമയത്ത് അവൻ്റെ പഴയ വഴിയും മനസ്സിലാകുന്നു, മുന്നോട്ട് എങ്ങനെ പോകണം എന്നുള്ള വ്യക്തതയും ലഭിക്കുന്നു. അതിനുവേണ്ടിയാണ് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അല്ലാതെ കിട്ടിയ കാര്യത്തിന് വെറുതെ നന്ദി പറയുന്നു എന്ന് വിളിച്ചു പറഞ്ഞിട്ട് കാര്യമില്ല. ഇതിനപ്പുറത്തേക്ക് കൃത്യമായിട്ട് നമ്മുടെ ജീവിതത്തിൽ അതുണ്ടായിരിക്കണം എന്നുള്ളതാണ്. സോ പ്രാർത്ഥന അല്ലെങ്കിൽ ജൽപ്പനങ്ങൾ, ഇതിനൊക്കെ അപ്പുറത്തേക്ക് അവബോധം, ഉദ്ദേശം, അതുപോലെ തന്നെ വെറും നന്ദി പറയുക എന്നുള്ളതിനപ്പുറത്തേക്ക് കൃതജ്ഞത എന്ന് പറയുന്നത് ഈ ലൈഫിൻ്റെ ഒരു ഭാഗമായിട്ട് മാറുകയാണ്. എപ്പോഴും നന്ദി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നാവുകൊണ്ടോ മനസ്സുകൊണ്ടോ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതല്ല, പ്രവർത്തികൾ കൊണ്ട് ആ നന്ദി വരുത്താനായിട്ട് സാധിക്കുന്നുണ്ടോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. പുറകെ ഓടി നടന്നു കൊടുക്കേണ്ട ഒരു സാധനമല്ല നന്ദി എന്ന് പറയുന്നത്. ഇന്ന് നമ്മൾ ഒരുത്തൻ സഹായിച്ചിട്ടുണ്ടെങ്കിൽ അവനെ തിരിച്ച് സഹായിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് അവൻ സഹായിച്ചതുപോലെ നമുക്ക് സഹായിക്കാനായിട്ട് സാധിക്കുന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചിന്തിക്കുന്ന ഒരു മനുഷ്യൻ വിശാലമായിട്ടുള്ള ഹൃദയത്തിൻ്റെ ഉടമയായിരിക്കും എന്നുള്ളതാണ്. അടുത്തതായിട്ടുള്ള വിഭാഗത്തിൽപ്പെട്ട ആളുകൾ എന്ന് പറയുന്നത് പ്രാർത്ഥന മാത്രമേ ഉള്ളൂ, ആഗ്രഹം മാത്രമേ ഉള്ളൂ, വിഷുണ്ട്, പക്ഷേ ഇത് ചെയ്യണം എന്നുള്ള ആഗ്രഹമുണ്ട്, അധ്വാനിക്കാനും റെഡിയാണ്, പക്ഷേ പ്രവൃത്തി വരുന്നില്ല. സോ ഈ വർക്ക് വരാത്തിടത്തോളം കാലം പ്രാർത്ഥനയായിക്കോട്ടെ, ഇനി ഉദ്ദേശം വ്യക്തമായിക്കോട്ടെ, എന്തു ആയിക്കോട്ടെ, ഈ കർമ്മം എന്ന് പറയുന്നതാണ് ഈ ഭൗതിക ലോകത്തിലെ കാര്യങ്ങൾ നേടാനായിട്ട് നമ്മളെ സഹായിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു സംഗതി എന്ന് പറയുന്നത്. കർമ്മ അല്ലെങ്കിൽ കർമ്മം എന്ന് പറയുന്ന ഈ വാക്കിന് തന്നെ ഒരു പ്രത്യേക രീതിയിലുള്ള വൈബ്രേഷൻ ഉണ്ട് എന്നുള്ളതാണ്. സോ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയിട്ട് എന്താണ് എൻ്റെ ആക്ഷൻസ്, ഈ ആക്ഷൻസ് ആണ് റിയാക്ഷൻസ് കൊണ്ടുവരുന്നത്. എൻ്റെ നാവ് കൊണ്ട് ഞാനിപ്പോൾ നിങ്ങളോട് ഈ ചെയ്തുകൊണ്ടിരിക്കുന്ന എൻ്റെ ഒരു ആക്ഷനാണ്, അത് കേൾക്കുന്ന നിങ്ങൾ ചെയ്യുന്നത് ഒരു ആക്ഷനാണ്, നാളെ അതിനനുസരിച്ചിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ചെയ്യുന്നത് ഒരു ആക്ഷനാണ്. സോ എൻ്റെ ഉദ്ദേശം വ്യക്തമാണ്, അതുപോലെ തന്നെ എനിക്ക് അവബോധമുണ്ട്, എനിക്ക് കൃതജ്ഞതയോടുകൂടി ഞാൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് ഞാൻ എൻ്റെ ഈ പറയുന്ന പ്രവൃത്തിയും കൂടി ഉണ്ടാകുന്ന സമയത്ത് എനിക്ക് വിജയത്തിലേക്ക് പോകാനായിട്ട് സാധിക്കുന്നു. ഇതിനോടൊപ്പം തന്നെ നമുക്ക് ശാന്തതയും ക്ഷമയും അത്യന്താപേക്ഷിതമായിട്ടുള്ളൊരു സംഗതിയാണ്. അഗ്രസീവായിട്ട് നമ്മൾ എന്തിൻ്റെ പിന്നാലെ പോകുന്നോ, ഇമ്പൾസീവായിട്ട് പോകുന്നത് പല സമയത്തും വിജയിക്കില്ല എന്നുള്ളതാണ്. സ്ട്രാറ്റജിക്കലായിട്ട് കാമായിട്ട് പോകുന്ന സമയത്താണ് നമുക്ക് ക്ഷമയോടുകൂടി വെയിറ്റ് ചെയ്യാനായിട്ട് റെഡിയാകുന്ന വ്യക്തികൾക്കാണ് തീർച്ചയായിട്ടും വിജയം ഉണ്ടാകുന്നത്. സോ ഇതെല്ലാം കൂടി സ്വരച്ചേർച്ചയിൽ വരുന്നതിനെയാണ് ഞാൻ ഉള്ളിലെ ഐക്യം, ആന്തരികമായിട്ടുള്ള ഈ കോൺഫിഗറേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പറയുകയാണ്, ഫലത്തോടുള്ള അമിത ആസക്തി ഒഴിവാക്കുക, അതിനപ്പുറത്തേക്ക് ഈ പറയുന്നതായിട്ടുള്ള ഉദ്ദേശവും കർമ്മത്തിലും ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഞാൻ വളരെ ചെറിയ നാളിൽ എനിക്ക് ഒരു അച്ചീവ്മെൻ്റ് ഉണ്ടായ സമയത്ത് പ്രപഞ്ചത്തിൽ നിന്ന് എനിക്ക് കിട്ടിയൊരു സന്ദേശം ഇതായിരുന്നു: നീ നിന്റെ ഫലത്തിൽ ഫോക്കസ് ചെയ്യാതിരിക്കുക. നിനക്ക് കിട്ടിയതായിട്ടുള്ള, ചെറിയ പ്രായത്തിൽ നിനക്ക് കിട്ടിയതായിട്ടുള്ള ഈ ഫലത്തിൽ ഫോക്കസ് ചെയ്ത് അതിൻ്റെ ആ ഫലങ്ങൾ ആസ്വദിക്കുന്നതിന് പകരം നീ മുന്നോട്ട് പോവുക. നമ്മൾ ഫലത്തിൽ ഫോക്കസ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ മാർഗത്തിൽ തടസ്സം ഉണ്ടാകും എന്നുള്ളതാണ്. സോ ഫലത്തിൽ ഫോക്കസ് ചെയ്യുന്നതിനപ്പുറത്തേക്ക് നമ്മുടെ ഉദ്ദേശം, നമ്മുടെ അവബോധം, നമ്മുടെ കർമ്മം, അതിലധിഷ്ഠിതമായിട്ട് കൃതജ്ഞത അല്ലെങ്കിൽ നന്ദി എന്ന് പറയുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യമല്ല. ഇത് നമ്മുടെ ഈ കോൺഫിഗറേഷൻ സിസ്റ്റത്തിൻ്റെ ഒരു ഭാഗമാണ്. അങ്ങനെ ആവുമ്പോഴാണ് നമ്മുടെ ഉള്ളിലെ ദൈവികത പുറത്തേക്ക് വരുന്നത്. അങ്ങനെയാണ് നമ്മളുടെ സൃഷ്ടികർമ്മം മഹത്തരമായിട്ട് മാറുന്നത് എന്നുള്ള മഹത്തായിട്ടുള്ള ഈ ഒരു സന്ദേശം ചെറിയൊരു വീഡിയോയിലൂടെ ഡെലിവറി ചെയ്തുകൊണ്ട് പ്രപഞ്ചം നിങ്ങൾക്ക് വേണ്ടി തന്നതായിട്ടുള്ള ഈ ഒരു മെസ്സേജ് തുടരുവാൻ വേണ്ടി തന്നെ നിർത്തുകയാണ്. നമസ്തേ.